ഒരുപാട് പേര് എന്നോട് പറഞ്ഞു എൻ്റെ ഡെയിലി റുട്ടീൻ ഒന്ന് ഇടാൻ കേട്ടോ. ഞാൻ അങ്ങനെ ഇടാതെ ഷോർട്സ് ആയിട്ട് ഇടണമെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും പെർഫെക്റ്റ് ആവത്തില്ല. ആകെ 1 മിനിറ്റ് ഷോർട്സിനകത്ത് എന്ത് കാണിക്കാൻ. അപ്പം ഞാനിത് ഷോർട്സ് ആയിട്ട് എഡിറ്റ് ചെയ്തതാണ്. ചെയ്ത് വന്നപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആയി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ലോങ് വീഡിയോ ആയിട്ട് അങ്ങ് കിടക്കട്ടെ. അപ്പോൾ രാവിലെ അപ്പോൾ അതുപോലെ എഴുന്നേറ്റ് രാവിലത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറി പച്ചക്കറിയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാമ്പാറിന് അരിഞ്ഞ് വെച്ചില്ല, എല്ലാം ചെത്തി ഒരുക്കി വെച്ചതേ ഉള്ളൂ. പിന്നെ നമ്മുടെ റൈസ് കുക്കറിലെ ചോറെടുത്ത് ഒന്നുകൂടെ തിളപ്പിച്ചിട്ട് ഒന്ന് ഊറ്റി മാറ്റി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാമ്പാറെല്ലാം വന്നിരുന്ന് അരിയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് അത്താക്കി അമ്മയ്ക്ക് കൊടുത്തായിരുന്നു. പിന്നെ അവർക്ക് മാത്രമായിട്ട് ചായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അബിത് പള്ളിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവന് വന്നിട്ട് അപ്പോഴത്തേനെ മറിയ എഴുന്നേക്കത്തുള്ളൂ. അപ്പോൾ 2 പേർ കൂടെ ഒന്നിച്ച് ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ അത്തായ്ക്കും അമ്മയ്ക്കുമാണ് നമ്മൾ ചായ ഇടുന്നത്. അപ്പോൾ അവർക്കുള്ള ചായയൊക്കെ കൊണ്ടു കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഷോർട്സ് വീഡിയോ ലോങ് വീഡിയോ ആക്കിയതാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പതിവ് പോലെ ഒന്നും പറഞ്ഞില്ല, വെൽക്കം ടു നിമ്മീസ് കിച്ചൻ ഹൈ ഡിയേഴ്സ് ഒന്നും പറഞ്ഞില്ല, ക്ഷമിക്കണേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ചായയൊക്കെ അവർക്ക് കൊടുത്തിട്ട് വന്നു. എന്നിട്ട് നമ്മൾ സാമ്പാറിന് ആദ്യം ഞാൻ പരിപ്പെടുത്ത് കുക്കറിയിട്ട് വേവിച്ചു. അത് കഴിഞ്ഞിട്ട് ഒറ്റ വിസിൽ വന്നിട്ട് നമ്മൾ പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചക്കറിയെല്ലാം അരിഞ്ഞിട്ടിട്ട് ഞാൻ സാമ്പാർ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി എല്ലാം ഇടും കേട്ടോ. പിന്നെ മൂപ്പിച്ചൊന്നും ഇടത്തില്ല. പിന്നെ ലാസ്റ്റ് വിസിൽ വന്ന് കഴിയുമ്പോഴാണ് കടുക് വറുത്തൊഴിക്കുന്നത്. അങ്ങനെ അപ്പോഴത്തെ നമ്മുടെ ചോറ് വെന്തത് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം മഴയായതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് വെക്കുന്നത്. എന്നിട്ട് നമ്മളൊരു തേങ്ങയൊക്കെ പൊട്ടിച്ച് അത് പോയി തിരുമ്മിക്കൊണ്ട് വന്നു. എന്നിട്ട് നമ്മൾ രാവിലെ അണ്ണന് ചോറ് കൊണ്ടുപോകാൻ വേണ്ടി പയറെടുത്ത് അരിയുകയാണ് തോരൻ വയ്ക്കാൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ യൂണിഫോമൊക്കെ നമ്മളെടുത്ത് അയൺ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ രാവിലെ ചെയ്യാനേ സമയമുള്ളൂ, തലേന്ന് ചെയ്യാൻ പറ്റത്തില്ലെന്നൊന്നും ചോദിക്കല്ലേ. ഇതാകുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലങ്ങ് നടക്കുമല്ലോ. വൈകിട്ട് നമുക്ക് ഇച്ചിരി നേരം ഇരിക്കാൻ കിട്ടുന്ന സമയം നമ്മളെന്തിനാണ് നമ്മളായിട്ട് വെറുതെ കളയുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അണ്ണന് കട്ടൻ ചായ, ഞാനും അണ്ണനും കട്ടൻ ചായ തന്നെ കുടിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും കട്ടൻ ചായ ഇട്ടെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായയല്ല, ദോശയ്ക്കുള്ള മാവൊക്കെ പുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മാവെല്ലാം കലക്കി കോരി ഒഴിക്കുകയാണ് ദോശക്കല്ല്. ഇന്ന് നമ്മൾ ദോശയായിട്ടാണ് ചുടുന്നത്. കാരണം ഇഡ്ഡലിയായിട്ട് ചുടുമ്പോഴേ 1-2 എണ്ണമൊക്കെ അധികം വരും, നമ്മൾ വേസ്റ്റ് ആക്കില്ല. അപ്പോൾ ദോശയാകുമ്പോൾ ആളെണ്ണ അങ്ങ് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ദോശ ചുടുകയാണ് അവിടെ ഇരുന്നുകൊണ്ട്. അപ്പോൾ ദോശയെല്ലാം ഓരോന്നോരോന്ന് ചുടുന്നു. അതിൻ്റെ അടുത്ത് നമ്മൾ കുക്കറിൽ സാമ്പാർ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും അത് കടുക് വറക്കാൻ വേണ്ടി നമ്മൾ അപ്പുറത്ത് ചീനിച്ചട്ടി ചൂടാക്കി കടുക് വറുത്തൊഴിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആബിദൊക്കെ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആബിദിനും മറിയത്തിനും കൂടെ ചായ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ സാമ്പാറിന് ഇപ്പോഴാണ് കടുക് വറുത്തൊഴിക്കുന്നത് കേട്ടോ. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അങ്ങ് തെറ്റിപ്പോയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് വെള്ളച്ചമ്മന്തി എടുത്തിട്ടുണ്ട്. ഇവിടെ സാമ്പാറും ദോശയാണെങ്കിൽ വെള്ളച്ചമ്മന്തി നിർബന്ധമാണ് കേട്ടോ. ആബിദിനും അണ്ണനും വെള്ളച്ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ലഞ്ച് ബോക്സിന് വേണ്ടി മീൻ മറക്കാനില്ല, അടുപ്പിലോട്ടിട്ട് വറക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആബിദിന് ദോശ സാമ്പാറും കൊടുക്കുന്നുണ്ട്, മറിയത്തിന് അതിൻ്റെ ഇടയ്ക്ക് തീറ്റിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവരുടെ ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കുന്നുണ്ട്. അപ്പോഴത്തേന് ആബിദ് പോയി കുളിച്ച് ഒരുങ്ങി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ലഞ്ച് ബാഗെല്ലാം നമ്മളെടുത്ത് ബാഗിലകത്തോട്ട് വെക്കുന്നു. അപ്പോൾ ആബിദ് വന്ന് മുടിയെല്ലാം ചീവുകയാണ് ഗൈസ്. അപ്പോൾ മുടിയെല്ലാം നന്നായിട്ട് ചീവി അടിപൊളിയാക്കി അവൻ പോകുന്നു. അപ്പോഴത്തേനും മറിയത്തിന് ഞാൻ കുളിപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഡ്രസ്സെല്ലാം ഇട്ട് കൊടുക്കണം. ഇതൊക്കെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക വീട്ടുകളിലും രാവിലെ നടക്കുന്നത്. ഇതൊക്കെ ഇപ്പം കാണിക്കാൻ എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്നല്ല, നമ്മൾ നമ്മുടെ ആ ചുരുങ്ങിയ ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ എല്ലാം കാണിക്കുകയാണ്. കാരണം നമുക്ക് വീട്ടിൽ നിന്നും പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഇതൊരു തൊഴിലായിട്ട് എടുക്കുകയാണല്ലോ, അതുകൊണ്ട് കേട്ടോ. എന്നിട്ട് മറിയത്തിനെല്ലാം ഒരുക്കി റെഡിയാക്കി അങ്ങനെ ബസ് നോക്കി നമ്മൾ നിൽക്കുകയാണ് ഗൈസ്. അങ്ങനെ ബസ്സൊക്കെ വരാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഒരുങ്ങി നിന്നാലും ബസ് ഇപ്പം തോന്നിയ സമയത്തൊക്കെ വരുന്നത്. അങ്ങനെ പിള്ളേരെയൊക്കെ ബസ് കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അണ്ണന് ഇത് ചെയ്യും, ദോശ ചുട്ട് കൊടുത്ത് അണ്ണനൊരു ഓംലെറ്റും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ആ ദോശക്കല്ലിൽ തന്നെ ഒരു ഓംലെറ്റും കൂടെ പൊരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മൾ തോരൻ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തോരനും വെച്ച് അങ്ങനെ അണ്ണൻ്റെ ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കി പാവയ്ക്കാൻ മെഴുക്കുരട്ടിയും പയറ് തോരനും ചമ്മന്തിപ്പൊടിയും മീൻ വറുത്തതും ഒക്കെ ആയിട്ട് അണ്ണൻ്റെ ലഞ്ച് ബോക്സൊക്കെ ആക്കിയിട്ട് ഇതൊക്കെ ഒറ്റ മിനിറ്റ് ഞാൻ എങ്ങനെ ഷോർട്സ് എടുക്കുമെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പോഴത്തേനും അണ്ണൻ പോയി. പിന്നെ ഞാൻ പോയി ഗേറ്റൊക്കെ അടച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും ചെയ്തപ്പോഴത്തേനും രാവിലത്തെ പകുതിയായി നമ്മുടെ ശ്വാസം പോകും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് പിന്നെ അമ്മായിക്കും അത്തായിക്കും ഇൻസുലിൻ എടുക്കുകയാണ്, അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം അവരെ കൊണ്ട് ടേബിളിൻ്റെ അവിടെ ഇരുത്തിയിട്ട് ഇൻസുലിൻ എടുക്കുമ്പോൾ പിന്നെ ഭക്ഷണം കൊണ്ടങ്ങ് വെച്ചാൽ മതി. അപ്പോൾ അമ്മായിക്ക് എടുത്തു, പിന്നെ അത്താപ്പഴത്തിന് വന്നു, അത്തായിക്ക് എടുത്തു. ഇവർക്ക് 2 പേർക്കും ഇൻസുലിൻ എടുക്കണം കേട്ടോ. അമ്മായിക്ക് 3 നേരം എടുക്കണം, അത്തായിക്ക് 2 നേരം എടുത്താൽ മതി. അങ്ങനെ ഇൻസുലിനൊക്കെ എടുത്തിട്ട് അവർക്ക് ദോശയും ഇതെല്ലാം കൊടുത്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഒരു മുട്ടയും കൂടെ പൊരിച്ച് കൊടുക്കുന്നുണ്ട് ദോശയുടെ കൂടെ കേട്ടോ. അങ്ങനെ അതെല്ലാം ചെയ്തിട്ട് പിന്നെ വന്ന് നമ്മൾ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്യുവാണേ. ഒരു സൈഡിൽ നിന്ന് അടുക്കള ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അടുപ്പ് കത്തിച്ച് ഇപ്പോഴാണ് ഇന്ന് അടുപ്പ് കത്തിക്കുന്നത്. അമ്മയ്ക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് അടുപ്പ് കത്തിക്കുന്നത്. എന്തായാലും ഇന്ന് അടുപ്പ് എന്നെ ചതിച്ചില്ല, തീ കത്തിച്ചപ്പോഴേ തീ കത്തിയിട്ടാ. ഞാൻ മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ കത്തുന്നതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കും. ഞാൻ അതുകൊണ്ട് നേരത്തെ അങ്ങ് പറയുക. അപ്പോൾ ഈ പ്രാവശ്യം 1/2 ലിറ്റർ മണ്ണെണ്ണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടല്ലോ.
അങ്ങനെ വെള്ളമെല്ലാം അടുപ്പേ വെച്ചു. പിന്നെ നമ്മൾ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്യുകയാണ് ഗൈസ്. ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ ഞാൻ ആഗ്രഹമുണ്ടെന്ന് എടുക്കുന്നില്ല കേട്ടോ. എന്നെ ഒരുപാട് പേര് കളിയാക്കുന്നത് ഈ വീട്ടുപണികളൊക്കെയാണ് യൂട്യൂബിൽ കാണിക്കുന്നതിന്. അങ്ങനെ ഞാൻ പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് എവിടെ പോയി, അക്ഷയയിൽ വേണ്ടി പോയി എൻ്റെ ആധാർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കൊടുക്കാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ. അങ്ങനെ ആ മീനെല്ലാം കഷ്ടപ്പെട്ട് കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അത്ത വന്നപ്പോൾ ഒരു ലോഡ് മീൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത്തായ വഴക്കം പറഞ്ഞ് എന്തിനാ അത്ത ഇത്ര മീൻ മേടിച്ചുകൊണ്ട് വന്നതെന്ന് സ്നേഹം, എനിക്ക് വേണ്ടാഞ്ഞിട്ടല്ല, എനിക്ക് വെട്ടാനുള്ള മടിയുണ്ട്. പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്ത് വെട്ടി ആ മുരട് മീനെടുത്ത് മുളക് കറിയും വെച്ചു, കപ്പയും വേവിച്ചു, മീൻകറിയാക്കി. പിന്നെ നമ്മൾ രാവിലത്തെ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പച്ചമോരും പിന്നെ പയറുതോരനും ഒക്കെ രാവിലത്തെ പൊതിച്ചോറിന് വേണ്ടി ഇച്ചിരി ഉണ്ടാക്കിയിട്ടുള്ളായിരുന്നു. ഇപ്പം പയറുതോരൻ അത് 3 പേർക്കും കുറേശ്ശായിട്ടൊക്കെ അങ്ങ് കൊടുത്ത് അങ്ങനെ നമ്മൾ ഉച്ചയൂണെല്ലാം സെറ്റാക്കി അവർക്ക് 3 പേർക്കും അങ്ങ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ പെര തൂത്തുവാരാനും ഈ കൊടുത്ത പാത്രങ്ങൾ കഴുകാനും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴുകി റെഡിയായിട്ട് വരുമ്പോഴത്തേന് പിള്ളേർ സ്കൂളിൽ നിന്ന് വരാനുള്ള സമയമാവും. അതിൻ്റെ ഇടയ്ക്കൂടെ എനിക്കൊരു ലൈവും ചെറുതായിട്ട് പോകണം, പിന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെയൊക്കെ പണിപ്പുരയിലിട്ട് ഞാനങ്ങ് കയറി കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ ആണ് ഇഷ്ടം? ഡേ ഇൻ മൈ ലൈഫാണോ, കുക്കിംഗ് വീഡിയോ ആണോ, അതോ ഷോർട്സ് ആണോ എന്നൊക്കെ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും വേണ്ടി ഞാൻ കാതോർത്തിരിക്കും കേട്ടോ. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ലഞ്ച് വിശേഷങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങളും. താങ്ക് യു. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ഓണം, അഡ്വാൻസ് ഹാപ്പി ഓണം.